ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ അന്വേഷണം നടത്തുന്ന വിദഗ്ധ സമിതി ഈ ആഴ്ച തന്നെ റിപ്പോർട്ട് സമർപ്പിക്കും. റിപ്പോർട്ട് ലഭിക്കുന്നതിന് പിന്നാലെ മെഡിക്കൽ കോളേജുകളിലും അധ്യാപക അനധ്യാപക തലത്തിലും അഴിച്ചുപണിക്ക് സാധ്യതയുണ്ട്. മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കാനുള്ള നിർദ്ദേശവും റിപ്പോർട്ടിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. അമൽ തനമ്പറമ്പിൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അമൽ, ഇപ്പോൾ ഡോക്ടറിന്റെ വാക്കുകൾ നമ്മൾ കേട്ടു. അദ്ദേഹം പറഞ്ഞതിന്റെ അല്ലെങ്കിൽ അച്ചടക്ക ലംഘനം എന്ന നിലയിൽ ഇപ്പോൾ സജി ചെറിയൻ അടക്കം വ്യാഖ്യാനിക്കുന്ന ഏത് നിലയിലുള്ള നടപടികൾ ഇപ്പോഴല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടായേക്കാമെന്ന തിരിച്ചറിവ് കൂടി അദ്ദേഹത്തിനുണ്ട്. ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായി നേരിടേണ്ടി വരുന്ന കാര്യം. പക്ഷേ ഈ ഉപകരണങ്ങൾ വാങ്ങുന്നതിലടക്കം നടപടികൾ ലഘൂകരിക്കുക തുടങ്ങിയ വളരെ പോസിറ്റീവായ കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ തുറന്നു പറയാൻ മനസ്സ് കാണിച്ചതുകൊണ്ട് സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെ നടപടികൾ ആരോഗ്യവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് എടുക്കുന്നുണ്ട്? ഒപ്പം ഈ അച്ചടക്ക നടപടി എന്നത് ഇപ്പോഴും സജീവ പരിഗണനയിലുള്ള വിഷയം കൂടിയാണോ ഇദ്ദേഹത്തിനെതിരെ? വിദീഷ, അച്ചടക്ക ലംഘനമാണ് താൻ നടത്തുന്നത് എന്ന നല്ല ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഹാരിസ് ചിറക്കൽ ഈ തുറന്നു പറച്ചിൽ നടത്തിയത്. അത് ആദ്യ ദിവസത്തെ പ്രതികരണത്തിൽ തന്നെ നമ്മൾ ചോദിച്ചിരുന്നു, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഇങ്ങനെ തുറന്നു പറയുന്നത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് ശരിയല്ല എന്ന നല്ല ബോധ്യം അദ്ദേഹത്തിനുണ്ട്. നടപടി ഉണ്ടാകുമെന്ന ഒരു അറിവും തനിക്കുണ്ട്. എന്നിട്ടും താനിത് തുറന്നു പറയുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സംവിധാനങ്ങളൊന്ന് മെച്ചപ്പെടാൻ വേണ്ടിയാണ് എന്നൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ പറഞ്ഞു വെക്കുന്നു. അതിനാൽ തന്നെ ഈ ചട്ടമൊക്കെ പരിശോധിക്കുകയാണ് എങ്കിൽ ഈ ഉദ്യോഗസ്ഥൻ ചെയ്തത്, ഹാരിസ് ചിറക്കൽ ചെയ്തത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ആ പദവിയിൽ ഇരുന്നു കൊണ്ട് സർക്കാരിനെ വിമർശിക്കുന്നത്, സർക്കാർ സംവിധാനങ്ങളെ വിമർശിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് ഉത്തരം. ചട്ടലംഘനമാണ്. ആ ചട്ടലംഘനത്തിൽ സാധാരണ നിലയിലാണ് എങ്കിൽ ഇത്തരത്തിൽ ഫേസ്ബുക്കിലൊക്കെ സർക്കാരിനെതിരെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംവിധാനത്തിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ സസ്പെൻഷനിൽ കുറഞ്ഞൊരു നടപടി നമുക്ക് പ്രതീക്ഷിക്കേണ്ട, അല്ലെങ്കിൽ സ്ഥലം മാറ്റം, അതിൽ താഴെ ഒരു നടപടി പ്രതീക്ഷിക്കുകയേ വേണ്ട. പക്ഷേ ഈ ഒരു വിഷയത്തിൽ സർക്കാരിന് നടപടിയെടുക്കാൻ ഒന്നും മടിക്കേണ്ടി വരും. കാരണം ഒരു ജനകീയ വിഷയമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലെ സാധാരണക്കാരെത്തുന്ന ഒരു ആശുപത്രി സംവിധാനത്തിൻ്റെ അപര്യാപ്തത ചൂണ്ടിക്കാണിച്ച ഒരു ഡോക്ടറെ അത് തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്യുകയോ സ്ഥലം മാറ്റുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ജനകീയ പ്രതിഷേധം ചെറുതായിരിക്കില്ല. മാത്രമല്ല, ഈ ഒരു വിഷയത്തിൽ ഹാരിസ് ഇത് തുറന്നു പറഞ്ഞപ്പോൾ ഹാരിസിന് കിട്ടിയ ഒരു പിന്തുണയുണ്ട്. അത് എത്രത്തോളം ഉണ്ട് എന്ന് സർക്കാരിന് നല്ല ബോധ്യമുണ്ട്. അതിനാൽ ഈ സമിതിയുടെ ശുപാർശ എന്ന് പറയുന്നത് ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ട്, അതിനാൽ തന്നെ നടപടി വേണം എന്നുള്ളത് തന്നെയായിരിക്കും. 4 അംഗ സമിതിയാണ് ഇത് പരിശോധിക്കുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ, അതോടൊപ്പം തന്നെ അവിടുത്തെ നെഫ്രോളജി വിഭാഗം മേധാവി, കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ട്, അവിടുത്തെ യൂറോളജി വിഭാഗം മേധാവി, ഈ 4 പേരടങ്ങുന്ന സംഘം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇന്നലെ എത്തി ഇവിടുത്തെ വകുപ്പ് മേധാവികളുടെയും ഡോക്ടർമാരുടെയും ഒക്കെ അവരുടെ മൊഴി ശേഖരിച്ച് പോയിരുന്നു. ഇനി ഒരു വട്ടം കൂടി ഒരു സിറ്റിംഗ് ഉണ്ടാകും. അതിനുശേഷമായിരിക്കും റിപ്പോർട്ട് സമർപ്പിക്കുക. ചട്ടലംഘനം മാത്രം അവർ പരിശോധിക്കുന്നത്. ചട്ടലംഘനം, അതോടൊപ്പം തന്നെ ഇവിടുത്തെ അപര്യാപ്തത 2 വിഷയങ്ങളാണ്. ചട്ടലംഘനം ഉണ്ട് എന്ന് തന്നെ കണ്ടെത്താനാണ് സാധ്യത. ചട്ടലംഘനം ഉണ്ട് എങ്കിൽ കൂടി സന്ദേശപരമായ ഒരു തുറന്നുപറച്ചിലായതിനാൽ തന്നെ ഒരു താക്കീതിലൊക്കെ ഒതുക്കാനാണ് സാധ്യത എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. പക്ഷേ ഇന്നിപ്പോൾ അതും കടന്നു പോവുകയാണ്. ദേശാഭിമാനിയിൽ ലേഖനം വരുന്നു, സജി ചെറിയാന്റെ തുറന്നുപറച്ചിൽ വരുന്നു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും ഇന്നലെ ഒരു സംവിധാനത്തെ ആകെ മോശമാക്കി കാണിച്ചത് ശരിയായില്ല എന്നുള്ള തരത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണവും വരുന്നു. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് ഇത് ഇത്രമേൽ ജനകീയ. ഇത് നോക്കൂ, ഒരു ഡോക്ടർ, മെഡിക്കൽ കോളേജിലെ ഒരു സാധാരണക്കാരനായ ഡോക്ടർ അവിടെ ചികിത്സാ സൗകര്യങ്ങളില്ല എന്ന് വിളിച്ചു പറഞ്ഞാൽ പ്രതികരിക്കുന്ന രീതിയിലല്ല ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടായത്. അത് വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കുടലൂത്തുകാരായ മാധ്യമപ്രവർത്തകർ അച്ചുനിരത്തിയത് എന്നൊക്കെ പറയാമെങ്കിലും അത് ഉണ്ടാക്കിയ കോലാഹലം ചെറുതല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും സാധ്യമായ തരത്തിൽ പറയാതിരിക്കാൻ വയ്യാതെ ഉണ്ടാകുന്ന കുറ്റപ്പെടുത്തലുകൾ ഏറെയാണ്. അപ്പോൾ ഇത് ഇത്ര വാർത്തയും വിവാദവുമായില്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നതിന്റെ സൂചന കൂടിയാണത്. വാർത്തയായില്ലായിരുന്നുവെങ്കിൽ ഹാരിസ് ചിറക്കലിനെ മാധ്യമങ്ങൾ ഇതുപോലെ സാധാരണക്കാരിൽ അവരുമായി ബന്ധപ്പെടുന്ന ഒരു പ്രശ്നം, ഒരു ശസ്ത്രക്രിയ മുടങ്ങിയ വിഷയം, അത് അദ്ദേഹം പറഞ്ഞത് തൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരാളുടെ ശസ്ത്രക്രിയ നടത്താൻ പറ്റാതെ പോയതിൻ്റെ വിഷമത്തിൽ എഴുതി പോയതാണ് എന്നാണ്. അങ്ങനെ ഒരു ഡോക്ടർ പറഞ്ഞ വിഷയം എടുത്ത് അവതരിപ്പിക്കാനല്ല എങ്കിൽ പിന്നെ നമ്മൾക്ക് ഈ പണി നിർത്തി പോകുന്നതാണ് മാധു നല്ലത്. അതിനാൽ തന്നെ ഈ വിഷയം സജീവ ചർച്ചയായി നിർത്തേണ്ടത് മാധ്യമപ്രവർത്തകർ എന്ന നിലയിലും മാധ്യമങ്ങൾ എന്ന നിലയിലും നമ്മുടെ ഉത്തരവാദിത്തമാണ്. അല്ല എങ്കിൽ ഒരുപക്ഷെ ഈ വിഷയം ചർച്ചയായില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഹാരിസിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അച്ചടക്ക ലംഘനമാണ് എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. ആ തുറന്നുപറച്ചിൽ അച്ചടക്ക ലംഘനമാണ്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. പക്ഷേ ആ പറഞ്ഞ വിഷയത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ സംവിധാനങ്ങൾക്ക് ഇപ്പോഴും തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളത് വലിയ പ്രശ്നം തന്നെയാണ്. അച്ചടക്കവും അനുസരണയും ഒക്കെ വേണമെങ്കിൽ സംവിധാനം മെനക്കി പോകണം, അല്ലെ? ഒരു തരത്തിലും നിവൃത്തിയില്ലാതെ മുന്നോട്ട് പോകുന്ന കുത്തഴിഞ്ഞ ഒരു സംവിധാനത്തെ കുറിച്ച് ഒരാൾ വിളിച്ചു പറയുന്നതിന് അച്ചടക്ക ലംഘനം എന്ന് പറയുമ്പോൾ അച്ചടക്കത്തിന്റെ വടിയും വാളും ഒക്കെ കയ്യിലുള്ളവർ ഇത്രയും നാൾ എന്ത് നോക്കിയിരിക്കുകയായിരുന്നു എന്ന് ജനം ചോദിക്കും. അതും ഭാവിയിലേക്ക് ഇത്രയധികം സാധ്യതയുള്ള ഏറ്റവും ചുമതല വഹിക്കുന്ന ഒരു ആൾ അദ്ദേഹത്തിന്റെ തന്നെ ഭാഷയിൽ പ്രൊഫഷണൽ സൂയിസൈഡ് ആണ് ഈ പോസ്റ്റ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പറയുന്നത്. ശരി.